വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുറച്ച് ക്ലീനിങ് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ പുല്ലൊക്കെ പറിച്ചവിടെ ഇട്ട് അത് മുഴുവൻ ഉണങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഞാനും അമ്മയും കൂടെ കയറിയിട്ട് അത് മുഴുവൻ കത്തിച്ചോണ്ടിരിക്കുവായിരുന്നു കേട്ടോ. കേശുടനാണെന്നുണ്ടെങ്കിൽ അവന്റെ ഗിറ്റാർ ക്ലാസ്സിന് പോയേക്കുമായിരുന്നേ. അപ്പൊ ചേട്ടി വരുന്ന വഴി അവനെയും വിളിച്ചോണ്ടാട്ടോ വന്നത്. ഇതാട്ടോ ഞങ്ങളുടെ പറമ്പ്. ഇത് ആദ്യം മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഒത്തിരി ദിവസത്തെ കഷ്ടപ്പാടിലാട്ടോ ഇതിപ്പോ ഇങ്ങനെ ആയത്. ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ ഭയങ്കര ഒരു വലിയ ഡ്രീമും ആട്ടോ ഇവിടെ ഒരു വീട് വരണമെന്നുള്ളത്. ഇനി അത് കഴിഞ്ഞ് കുറച്ച് മണ്ണൊക്കെ മുകളിലായിട്ട് കയറ്റാനുണ്ടായിരുന്നു. അവിടെ കുറച്ച് പണികളുണ്ട്. അപ്പൊ കേശുട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ താഴത്തേട്ട് പോന്നിട്ടോ. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ പറയുകയാണ്, എടാ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞാലും അവൻ സമ്മതിക്കില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ആമ്പിള്ളേരുള്ള അമ്മമാർക്കൊക്കെ ഇങ്ങനത്തെ കുറെ ഹെൽപ്പൊക്കെ കിട്ടണ്ടായിരിക്കും അല്ലേ. അവനാണെന്നുണ്ടെങ്കിൽ എത്ര മടുത്താലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തോണ്ടിരിക്കും കേട്ടോ. ഏകദേശം ഒരു 10-15 ബക്കറ്റ് മണ്ണ് ഞങ്ങൾ മുകളിലേക്ക് കയറ്റി. അതെല്ലാം ഈ കേശുടനാട്ടോ എനിക്ക് കോരി തന്നെ. അവൻ എന്നെ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. ഞാനിതിന് ഒരു എളുപ്പപ്പണി കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് വഴി പോവാണെന്നുണ്ടെങ്കിൽ ഇതും ചോന്നുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് നടന്ന് അപ്പുറത്തായിട്ട് പോകണം കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ട് മുകളിലാണ് നമ്മുടെ പറമ്പ്. അപ്പൊ അങ്ങോട്ടേക്ക് ചേട്ടയും അമ്മയും കൂടെ അവിടുന്ന് ഇതേപോലെ ഒരു ക്ലാമ്പ്, നമ്മുടെ കയറിന്റെ അടുത്തൊരു ക്ലാമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ നിന്ന്. അപ്പൊ ഞാനും അവനും കൂടെ അവൻ കോരിത്തരും, ഞാൻ ഇവിടുന്ന് ഇത് ഇങ്ങനെ മുകളിലേക്ക് കയറ്റി വിടും കേട്ടോ ചോന്നുകൊണ്ട് പോയി. ഇതിങ്ങനെ കുറെ നേരം ഉണ്ടായിരുന്നു കേട്ടാ. കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുത്ത്. എന്നാലും പിന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ ഒരു വലിയ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മണ്ണ് കയറ്റി കഴിഞ്ഞ് മുകളിലേക്ക് ചെന്നപ്പോഴത്തേക്കും ചേട്ടയും അമ്മയും കൂടെ ആ മണ്ണെല്ലാം അവിടെ അവരൊരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അവരത് മുഴുവനും പിന്നെ മൂടുമായിരുന്നു കേട്ടോ. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി നാളെ വിഷുവിന്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കേശൂട്ടനാണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് എപ്പോഴും നമ്മൾ വെക്കുന്നത്, എപ്പോഴും നമ്മൾ കണി വെക്കണമെന്ന് ചോദിച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ചാച്ച ബൈ ബൈ.